ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട മർത്തമറിയം വനിതാ സമാജാംഗങ്ങളെ, അഖിലമലങ്കര മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള 3ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്ന അനുതപിക്കുക ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന ഈ ടെക്സ്റ്റ് ബുക്കിലെ അധ്യായം 2, 6-ാം സങ്കീർത്തനം, പാപിയുടെ ഹൃദയവേദനയുടെ പ്രകടനം. ഈ അധ്യായമാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ 12ാമത്തെ പേജിലാണ് ഈ 2ാമത്തെ അധ്യായം ഉള്ളത്. പഠിക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. കാരണം നാം പഠിക്കുന്നത് ദൈവവചനമാണ്. പരീക്ഷ എഴുതുക, മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല നമ്മുടെ പ്രധാനമായ ലക്ഷ്യം. മറിച്ച് ഒരല്പസമയം ദൈവവചനം പഠിക്കുക, ഒരു സങ്കീർത്തനം ധ്യാനപൂർവം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകവും പഠിക്കുവാനായിട്ടുള്ള ടെക്സ്റ്റും ഒരു നോട്ട് ബുക്കും കയ്യിൽ കരുതുക. അപ്പോഴന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്, നമുക്ക് പഠിക്കുവാൻ തന്ന അനുതാപ സങ്കീർത്തനങ്ങളിൽ 1ാമത്തേതായ അനുതാപ സങ്കീർത്തനമാണ് സങ്കീർത്തനം 6-ാം അധ്യായം. സങ്കീർത്തനം 6-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് ഈ അധ്യായത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാപിയുടെ ഹൃദയവേദനയുടെ പ്രകടനം. ഒരു പാപി, തൻ്റെ തെറ്റിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യം വന്ന ഒരു പാപി അനുതപിക്കുന്നതും ആ അനുതാപത്തിൽ ഹൃദയത്തിൻ്റെ വേദന എത്രമാത്രം പ്രകടമാകുന്നു. അപ്പോൾ ദാവീദ് രാജാവ് തൻ്റെ പാപത്തിൽ അനുതപിച്ചുകൊണ്ട് ഹൃദയവേദനയോടുകൂടി പാടുന്ന ഒരു സങ്കീർത്തനമാണ് 6-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അനുതാപ സങ്കീർത്തനങ്ങളിൽ 1ാമത്തേതാണ് ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രമേയം എന്താണ്? 6-ാം സങ്കീർത്തനത്തിൻ്റെ പ്രമേയമായിട്ട് കാണുന്നത് കിടക്ക നനയ്ക്കുന്ന കണ്ണുനീർ തുള്ളികൾ എന്നുള്ളതാണ് പ്രമേയം. അപ്പോൾ ആ പ്രമേയത്തിൽ നമ്മൾ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എത്രമാത്രം അനുതാപം നമ്മുടെ കണ്ണുകളെ നിറയിക്കണം എന്നുള്ളതാണ് ഈ 6-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത. അനുതാപം എന്നുള്ളത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ളതാവണം. ആ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള വേദന അത് നമ്മുടെ നമ്മുടെ ഒരു കണ്ണുകളെ, നമ്മുടെ നയനങ്ങളെ അത് നനയിക്കുവാൻ തക്കവണ്ണം നമുക്ക് അനുതാപത്തിൻ്റെ ആഴം അത്രമാത്രം ഉണ്ടാകണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ പ്രമേയം എന്താണ് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് ശ്രദ്ധിച്ചുകൊള്ളുക. ഇനി അടുത്തതായിട്ട് 6-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകതകളാണ് അവിടെ പറയുന്നത്. അപ്പോൾ 6-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത് പാപഭാരത്തിലും ദൈവശിക്ഷയുടെ ഭയത്തിലുമുള്ള ഒരാളുടെ ഹൃദയവേദനയും ദൈവത്തിൻ്റെ ദയയിലേക്കും കരുണയിലേക്കുമുള്ള ആകുല പ്രാർത്ഥനയുടെ സങ്കീർത്തനമായിട്ടാണ് 6-ാം സങ്കീർത്തനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതവിടെ 1ാമത്തെ പാരഗ്രാഫിൽ തന്നെയുണ്ട്. അപ്പോൾ എന്താണ് 6-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയണത്? ഇവിടെ പ്രധാനമായിട്ട് പറയണത് 1ാമത്തെ കാര്യം എന്ന് പറയുന്നത് പാപഭാരം, ചെയ്ത പാപത്തെക്കുറിച്ചുള്ള പാപഭാരമുണ്ട്. ഹൃദയത്തിൽ പാപഭാരമുള്ള ഒരു വ്യക്തി, എന്നാൽ അദ്ദേഹം ദൈവവിശ്വാസിയാണ് എങ്കിൽ ദൈവശിക്ഷയുടെ ഭയമുണ്ടാകും. പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവശിക്ഷയുണ്ടാകുമെന്നുള്ള ഒരു ഭയത്തിലുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന അതോടൊപ്പം തന്നെ ഇങ്ങനെ അനുദപിക്കുകയും ഹൃദയവേദനയും അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത്? ആ വ്യക്തി ദൈവവിശ്വാസി ആയതിനാൽ എങ്ങോട്ടേക്കാണ് നോക്കുന്നത്? ആശ്രയിക്കാനായിട്ട് നോക്കുന്നത് ദൈവത്തിൻ്റെ ദയയിലേക്കും കരുണയിലേക്കുമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ് ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ്. അല്ലെ, ഏറ്റവും നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അർത്ഥപൂർണമായ ഒരു വളരെ ആഴമായ മീനിങ് ഉള്ള ഒരു പ്രാർത്ഥനയാണ് ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ്. അപ്പോൾ ഇവിടെയും 6-ാം സങ്കീർത്തനവും സൂചിപ്പിക്കുന്ന അതാണ്, ദൈവത്തിൻ്റെ ദയയിലേക്കും കരുണയിലേക്കുമുള്ള ആകുല പ്രാർത്ഥനയുടെ സങ്കീർത്തനമായിട്ടാണ് 6-ാം സങ്കീർത്തനത്തെ കാണുന്നത്. ഇനി ഈ 6-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് അഥവാ ശീർഷകം എന്തുള്ളതാണ്? വിശുദ്ധ വേദ പുസ്തകത്തിൽ നമുക്ക് നോക്കുമ്പോഴറിയാം, സംഗീത പ്രമാണിക്ക്
തന്ത്രിനാദത്തോടെ അഷ്ടമരാഗത്തിൽ എന്നാണ് ഇവിടെ നമുക്ക് വിശുദ്ധ വേദപുസ്തകം കൂടി ഒന്ന് നോക്കുക. അതിന്റെ ഹെഡിങ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ അഷ്ടമരാഗത്തിൽ. എന്താണ് ഇതിന്റെ പ്രത്യേകത? അപ്പോൾ 6-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് അഥവാ ശീർഷകത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? 8 കമ്പികളുള്ള സംഗീത സാമഗ്രികളുടെ സഹായത്തോടെ പാടണം എന്നുള്ളതാണ് ഈ 6-ാം സങ്കീർത്തനത്തിന്റെ ശീർഷകം അഥവാ ഹെഡിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ കാണുന്നത് 6-ാം സങ്കീർത്തനം ദാവീദ് രാജാവ് എഴുതുവാനുള്ള പശ്ചാത്തലം എന്താണ്? അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് തൻ്റെ ജീവിതത്തിലെ ഒരു ഗുരുതരമായ മേ ബി ഒരു രോഗകാലമായിരുന്നിരിക്കാം, അല്ല എങ്കിൽ ഒരു രാജാവായതുകൊണ്ട് ശത്രുക്കളുടെ ആത്മീയ മാനസിക സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ, ശത്രുഭയത്തിലായിരിക്കുമ്പോൾ, അത് ആത്മീയമായിട്ടും മാനസികമായിട്ടുമുള്ള ഒരു സമ്മർദ്ദത്തിൽ ആയിരിക്കുമ്പോഴാണ് ദാവീദ് രാജാവ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദാവീദ് രാജാവിൻ്റെ 6-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് എന്താണെന്ന് അവിടെ വ്യക്തമാവുന്നില്ല. ഒരുപക്ഷെ ദാവീദ് രാജാവ് എന്തെങ്കിലും വളരെ പ്രധാനമായ അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു ഗുരുതരമായ രോഗപീഠയിലായിരിക്കുമ്പോഴോ അല്ല എങ്കിൽ ശത്രുഭയത്തിൽ ആത്മീയമായിട്ടും മാനസികമായിട്ടും ചില ടെൻഷനുകളിലൂടെ കടന്നു പോകുന്ന സമയത്തായിരിക്കുമ്പോഴാണ് ദാവീദ് രാജാവ് ഇത് എഴുതിയതെന്നാണ് പണ്ഡിതന്മാരുടെ നിഗമനം. അത് 2-ാമത്തെ പാരഗ്രാഫിന്റെ ആദ്യത്തെ വാചകത്തിൽ തന്നെ നമുക്കത് കാണാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 6-ാം സങ്കീർത്തനത്തെ വിശദമാക്കുക എന്നുള്ള ഒരു എസ്സേ ടൈപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ 6-ാം സങ്കീർത്തനം വിശദമാക്കുക. അപ്പോൾ നമ്മൾ ഓരോ വാക്യം ബൈ വാക്യം നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 വാക്യങ്ങൾ, ഇപ്പം ഈ ആദ്യ 2 വാക്യങ്ങളിലൂടെ കാണിക്കുന്നത് എന്താണ്, പ്രകടമാക്കുന്നത് ദാവീദ് രാജാവ് താൻ അനുഭവിക്കുന്ന വേദനയെ, ആ വേദനയെ അദ്ദേഹം എന്തായിട്ടാണ് കാണുന്നത്? ദൈവശിക്ഷയായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ദാവീദ് രാജാവിന് ഉള്ളിലൊരു പാപഭാരമുണ്ട്. താൻ ചെയ്ത പാപത്തിൻ്റെയൊക്കെ കാരണമായിട്ടാണ്, ദൈവശിക്ഷയായിട്ടാണ് താൻ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദന എന്നാണ് ദാവീദ് രാജാവ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചാൽ, യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കുകയും അരുതേ. അപ്പോൾ അവിടെ തന്നെ പറയുന്നു നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവ് തൻ്റെ ഈ ശിക്ഷ, താൻ അനുഭവിക്കുന്ന ഈ വേദന, പ്രയാസം, അത് ശാരീരികമായിക്കൊള്ളട്ടെ മാനസികമായിക്കൊള്ളട്ടെ, അത് ദൈവശിക്ഷയായിട്ട് കണക്കാക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ദൈവം തന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ഒരു വികാരം, ദൈവമേ നീയും എന്നെ ഉപേക്ഷിച്ചുവോ എന്നുള്ള അത്രമാത്രം വേദനയോടുകൂടിയാണ് ദാവീദ് രാജാവ് അവിടെ 1ഉം 2ഉം വാക്യങ്ങളിൽ, ഈ സങ്കീർത്തനത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാവീദിന്റെ ഏറ്റവും വലിയ വേദന എന്താണ്? ദൈവം തന്നെ ഉപേക്ഷിച്ചു എന്ന വികാരം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദാവീദ് രാജാവ് കടന്നു പോകുന്ന ആ പ്രയാസത്തെക്കുറിച്ചല്ല അവിടെ പ്രാധാന്യത്തോടെ പറയുന്നത്. മറിച്ച് ദാവീദ് രാജാവിൻ്റെ ഏറ്റവും വേദന എന്ന് പറഞ്ഞത് തനിക്കുണ്ടായ ശാരീരികമോ മാനസികമായ വേദനയേക്കാൾ ഉപരിയായിട്ട് ദാവീദ് രാജാവിൻ്റെ ആ ദൈവത്തോടുള്ള അടുപ്പം എത്രമാത്രം വ്യക്തമാക്കുന്നു എന്ന് തന്നെ കാണുന്നു. ദൈവം തന്നെ ഉപേക്ഷിച്ച എന്ന വേദനയാണ് ദാവീദ് രാജാവ് ഏറ്റവും വലിയ വേദനയായിട്ട് ഇവിടെ കണക്കാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമതായിട്ട് ദൈവദയയ്ക്കായിട്ടുള്ള അപേക്ഷ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന വികാരമാണ് ദൈവദയയ്ക്കായിട്ടുള്ള അപേക്ഷ. കർത്താവേ എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. അതാണ് 2ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. അപ്പോൾ 2ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ദയയ്ക്കായിട്ടുള്ള അപേക്ഷയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ
ശാരീരികവും മാനസികവുമായിട്ടുള്ള തളർന്ന ഒരവസ്ഥ, അതായത് ശാരീരിക തളർച്ചയോടൊപ്പം ആത്മാവിൻ്റെ തളർച്ചയും ഇവിടെ ദാവീദ് രാജാവിൻ്റെ ഈ ഒരു സങ്കീർത്തനത്തിൽ 1ഉം 2ഉം വാക്യങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് വ്യക്തമാക്കുന്നു. അപ്പോൾ ദൈവശിക്ഷയോടുള്ള ഭയവും ദാവീദിൻ്റെ വേദനയാണ്. അപ്പോൾ ദാവീദിൻ്റെ പ്രധാനമായ വേദനയാണ് 1ഉം 2ഉം വാക്യങ്ങളിൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, കർത്താവെ ക്രോധത്തിൽ എന്നെ ശാസിക്കരുതേ എന്ന പ്രാർത്ഥന വഴി ദാവീദ് രാജാവ് വ്യക്തമാക്കുന്നത് എന്താണ്? കർത്താവെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന 1ാമത്തെ വാചകം കൊണ്ട് എന്താണ് വ്യക്തമാക്കുന്നത്? ദാവീദ് തൻ്റെ പാപം അംഗീകരിക്കുകയും തൻ്റെ ശിക്ഷ ന്യായമാണെന്ന് അറിയുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കോപമല്ല, ദൈവകരുണയാണ് വലുതെന്ന് അവൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചുള്ള സ്വയാവബോധവും ദൈവനീതിയിലുള്ള അവൻ്റെ ഭക്തിയും ദൈവകരുണയിലുള്ള വിശ്വാസവുമാണ് ഈ 1ാമത്തെ വാചകത്തിലൂടെ, അല്ലെങ്കിൽ കർത്താവെ ക്രോധത്തിൽ എന്നെ ശാസിക്കരുത് എന്ന ദാവീദിൻ്റെ പ്രാർത്ഥന വഴിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴവിടെ ആ 12ാമത്തെ പേജിൽ ലാസ്റ്റത്തെ പാരഗ്രാഫിൽ ഉണ്ട് ആ ഒരു ചോദ്യം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കർത്താവെ ക്രോധത്തിൽ എന്നെ ശാസിക്കരുതേ എന്ന പ്രാർത്ഥന വഴി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ദാവീദ് പാപം അംഗീകരിക്കുന്നു, എന്നാൽ തനിക്കുള്ള ശിക്ഷ ന്യായമാണ്, അത് ദൈവകോപമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇനി ദൈവം കോപിച്ച എന്നാൽ എപ്പോഴും കോപിച്ചിരിക്കുന്ന ഒരു ദൈവമല്ല തനിക്കുള്ളതെന്ന് ദാവീദിന് അറിയാം. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ദാവീദിന് ദൈവനീതിയിലുള്ള ഭക്തിയും ദൈവകരുണയിലുള്ള വിശ്വാസവുമാണ് ഈ പ്രാർത്ഥനയിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി അടുത്തതായിട്ട്, ദൈവം ശിക്ഷിക്കുന്നത് പോലെ തോന്നുന്ന കാലങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരികെ വരാനുള്ള കാലമായിട്ട് നാം മനസ്സിലാക്കണം. ഇത് ദാവീദിൻ്റെ 6ാം സങ്കീർത്തനം വ്യക്തമാക്കുന്ന ഒരു പ്രധാന പോയിന്റാണ്. ഇത് നമ്മുടെയൊക്കെയും ഇന്നത്തെ ജീവിതത്തിൽ, നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള നമ്മുടെ ലൈഫിലും പലപ്പോഴും നാം ഓർക്കണം. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ കാലങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പ്രയാസ കാലഘട്ടങ്ങളായിക്കൊള്ളട്ടെ, അപ്പോഴൊക്കെ അതെന്താണ്? ദൈവത്തിങ്കിലേക്ക് ഒരുപക്ഷെ ഒരു റിട്ടേൺ, അല്ലെ ധൂർത്തപുത്രനെ പോലെ നാം ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോയെങ്കിൽ തിരിച്ച് ദൈവത്തിങ്കിലേക്കുള്ള ഒരു മടങ്ങി വരവിൻ്റെ മുഖാന്തരമായിട്ട് ആ ദൈവ ശിക്ഷയുടെ, അല്ലെങ്കിൽ ആ ഒരു പ്രയാസത്തിൻ്റെ കാലഘട്ടങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസ കാലഘട്ടങ്ങളെ കാണണം എന്നാണ് ദാവീദിൻ്റെ 6ാം സങ്കീർത്തനത്തിലൂടെ ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് 1ഉം 2ഉം വാചകങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ദാവീദ് രാജാവിന് താൻ അനുഭവിക്കുന്ന ഈ വേദന, അതൊരു പക്ഷേ ശാരീരികമോ മാനസികമോ ആയിരിക്കുന്ന വേദന, അത് തൻ്റെ പാപം കൊണ്ടുണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവമേ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയിലാണ് ദാവീദ് രാജാവ് കൂടുതലായിട്ടും ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തതായിട്ട് 6ാം അധ്യായം 3ാമത്തെ വാക്യത്തിലോട്ട് നാം കടക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ വാക്യം ബൈ വാക്യം നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പം 3ാമത്തെ വാക്യത്തിൽ എന്താണ് പറയണത്? എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, നീയോ യഹോവേ എത്രത്തോളം. അപ്പോൾ അടുത്തതായിട്ട് 6ാം അധ്യായം 3ാം വാക്യം വ്യക്തമാക്കുന്നത് മനുഷ്യ ആത്മാവിൻ്റെ ആഴത്തിലുള്ള ഒരു ആന്തരിക കലഹമാണ് അവിടെ വിശദമാക്കുന്നത് എന്ന് പറയുന്നു. അതായത് ഇവിടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന ഒരുതരം ആഴമുള്ള ആഭ്യന്തര, ദാറ്റ് ഈസ് എൻ ഇന്റേണൽ പെയിൻ. നമുക്ക് ഒരു പാപഭാരം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു അനുതാപത്തിൻ്റെ ഭാവം ഉണ്ടാകുമ്പോൾ അത് എത്രമാത്രം നമ്മുടെ ഇന്നർ സോളിനെ ഹേർട്ട് ചെയ്യുന്നു, ഇന്റേണൽ പെയിൻ. അതാണ് ഈ 3ാമത്തെ അധ്യായം 3ാമത്തെ വാക്യം പറയുന്നത്. എന്താണ്? എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, ഞാൻ എത്രമാത്രം പ്രയാസപ്പെടുന്നു. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ സൂചന? ഈ 6ാം അധ്യായം 3ാം വാക്യം നൽകുന്ന സൂചന, അല്ലെങ്കിൽ അതെന്താണ് എന്ന് വ്യക്തമാക്കുക.
ആധ്യാത്മിക വേദന ശാരീരിക വേദനയെക്കാട്ടിലും ശക്തമാണ്. അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള വേദന അല്ലെങ്കിൽ ഒരു അനുതാപം ഉണ്ടാകുമ്പോൾ യഥാർത്ഥമായ ഒരു അനുതാപമാണ് എങ്കിൽ അത് നമ്മുടെ ശാരീരികമായ വേദനയേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരു ആന്തരികമായ വേദന നൽകുമെന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും ചില കാലഘട്ടങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയി ജീവിക്കുമ്പോൾ ഒരുപക്ഷെ പ്രാർത്ഥനയുടെ തീവ്രതയൊക്കെ അല്പം കുറഞ്ഞു പോകുന്ന കാലഘട്ടങ്ങളിൽ അതിനുശേഷം നമ്മൾ ഒരിച്ചിരി പ്രയാസത്തിലൂടെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു കുറ്റബോധമുണ്ട്. ദൈവമേ, ഒരുപക്ഷെ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാതെ പോയതുകൊണ്ടായിരിക്കാം എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രയാസം ഉണ്ടാകുന്നു എന്നുള്ളൊരു ഇൻറ്റേർണൽ പ്രിക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ വാക്യവും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആധ്യാത്മികമായ നമ്മുടെ സ്പിരിച്വൽ പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ പെയിനിനെക്കാട്ടിലും വളരെയധികം ഡീപ്പായിട്ടുള്ളത് എന്നിവിടെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് 13-ാമത്തെ പേജിൽ 2-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ട് പ്രാർത്ഥിക്കുക. പാപത്തെക്കുറിച്ച് അനുദപിക്കുന്നതോടൊപ്പം ആ പാപാവസ്ഥയിൽ അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന ആ ഒരു പ്രയാസ കാലഘട്ടത്തിൽ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ട് നാം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 4-ാമത്തെ വാക്യം എന്താ പറയണത്? യഹോവേ, തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ, നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. അപ്പോൾ ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു ദൈവ കരുണയ്ക്കായിട്ടുള്ള ആലാപനം. ദൈവമേ, എന്നെ സഹായിക്കണമേ, യഹോവേ തിരിഞ്ഞെൻ്റെ പ്രാണനെ വിടുവിക്കണമേ. അതാണ് 3-ാമത്തെ വാക്യത്തിൽ തന്നെ നാം കണ്ടു. നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മുടെ പ്രത്യാശ, നമ്മുടെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം, ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ട് നാം പ്രാർത്ഥിക്കണം എന്നാണ് അവിടെ സൂചിപ്പിച്ചത്. എങ്കിൽ 4-ാമത്തെ വാക്യത്തിൽ ദൈവ കരുണയ്ക്കായിട്ടുള്ള പ്രാർത്ഥനയായിട്ടാണ് കാണുന്നത്. ഇവിടെ ദാവീദിന്റെ ആത്മവേദന പ്രകടമാകുന്നു. ഇനി ഇവിടെ ദാവീദിനുള്ള ഏക പ്രത്യാശ എന്താണ്? അടുത്ത ചോദ്യമായിട്ട് ഇവിടെ ഓർക്കുക. ദാവീദിനുള്ള ഏക പ്രത്യാശയായിട്ട് ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും. അപ്പം അതുകൊണ്ടാണ് ദാവീദ് പറയണത്, ദൈവമേ എന്നെ വിടുവിക്കണമേ, എന്നിട്ട് കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമാണ് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലുള്ള ഏക പ്രത്യാശ എന്ന് പറയുന്നത്. താൻ പാപം ചെയ്തു പോയി ദൈവത്തിൽ നിന്ന് അകന്നുവെങ്കിലും ദൈവം കരുണയുള്ളവനാണെന്നും ദൈവം സ്നേഹമുള്ളവനാണെന്നും ദാവീദ് രാജാവിന് ഒരു പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് പാപത്തെക്കുറിച്ച് അനുതപിച്ച് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് വന്ന് ഈ അനുതാപ സങ്കീർത്തനം പാടുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ഇവിടെ മറ്റൊരു ചോദ്യമുള്ളത്, എന്താണ് ദാവീദിന്റെ ആത്മവേദന? അപ്പോൾ ദാവീദിന്റെ ആത്മവേദന എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? ദാവീദ് രാജാവിന്റെ ആത്മവേദന ദൈവം തൻ്റെ മുഖം തനിക്ക് മറച്ചു എന്നുള്ളതാണ് ദാവീദിന്റെ ആത്മവേദന. ഇവിടെ നമുക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ ലോകപ്രകാരമുള്ള പ്രയാസമാണ് നമുക്ക് വലിയതായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതെങ്കിലും അവിടെ ദൈവം നമ്മെ തൻ്റെ മുഖം മറച്ചു എന്നോ ദൈവം നമ്മിൽ നിന്ന് അകന്നുപോയി എന്നൊന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നത്. മറിച്ച് എനിക്ക് എന്തിങ്ങനെ വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു പ്രശ്നത്തെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ആ പ്രശ്നത്തെ നോക്കുമ്പോൾ ഇവിടെ ദാവീദ് രാജാവിന് തൻ്റെ ഉള്ളിലുള്ള ആത്മവേദന എന്ന് പറയുന്നത് എന്താണ്? ദൈവം എന്നെ ഉപേക്ഷിച്ചുവോ, ദൈവമേ നീയും എന്നെ മറന്നുവോ എന്നുള്ളതാണ് ദാവീദ് രാജാവിൻ്റെ ആത്മവേദനയായിട്ട് ഇവിടെ കാണുന്നത്. ദൈവം തൻ്റെ മുഖം തനിക്ക് മറച്ചു എന്നുള്ളതാണ് ദാവീദ് രാജാവിൻ്റെ ആത്മവേദന. ഇവിടെ പേജ് നമ്പർ 13 3-ാമത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ദൈവം തൻ്റെ മുഖം തനിക്ക് മറച്ചെന്ന ദാവീദിൻ്റെ ആത്മവേദന ഇവിടെ പ്രകടമാകുന്നു. 6-ാം അധ്യായം 4-ാം വാക്യത്തിലാണത് പ്രകടമാകുന്നത്. ഇനി അടുത്തതായിട്ട് 5-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയണത്? മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആര് നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പോൾ ഇവിടെ 5-ാമത്തെ വാക്യത്തിന്റെ പ്രത്യേകത എന്താണ്? മരണഭയത്തിൽ നിന്നുള്ള അപേക്ഷയാണ്.
ഒരുപക്ഷേ തനിക്ക് മരണം സംഭവിച്ചേക്കാമെന്നുള്ള ഭയവും അതിൽ നിന്നുള്ള ഒരു അപേക്ഷയുമാണ് 5-ാമത്തെ വാക്യം. മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആര് നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പോൾ ഇവിടെ എബ്രായ ചിന്തയിൽ, ഇവിടെ ഒരു എബ്രായ ചിന്തയുടെ ഒരു വ്യാഖ്യാനം കൂടെ ഇവിടെയുണ്ട്. അതായത് എബ്രായർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, കല്ലറയിൽ പോകുമ്പോൾ, അതായത് മരിച്ചു കഴിയുമ്പോൾ പിന്നെ സ്തോത്രവും ആരാധനയും ഒന്നും ഇനി ചെയ്യുവാനായിട്ട് കഴിവില്ല എന്നുള്ള ഒരു വ്യാഖ്യാനം അവിടെ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, പാതാളത്തിൽ ആര് നിനക്ക് സ്തോത്രം ചെയ്യും. അതായത് മരിച്ച് ഞാൻ മണ്ണടിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഇവിടെ ഒരു ദാവീദ് രാജാവിനുണ്ടായ ആ ഒരു മരണഭയമാണ് ഈ 5-ാമത്തെ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ 6-ാമത്തെ അധ്യായം 5-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്, ഭൂമിയിൽ ജീവിക്കുന്ന കാലം ദൈവത്തെ തേടാനുള്ള കാലമാണ് എന്ന് മനുഷ്യൻ ഓർത്തിരിക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ വിളിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അനുദപിക്കുവാനോ ഉള്ള അവസരം ലഭിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് 5-ാമത്തെ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മൾ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം അത് ദൈവത്തെ തേടാൻ, ഓരോ ദിനവും ഓരോ നിമിഷവും ദൈവത്തെ തേടാനുള്ള ഒരു അവസരമായിട്ട് കാണണമെന്നാണ് ഇവിടെ 5-ാമത്തെ വാക്യം സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 6ഉം 7ഉം വാക്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. 6-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്, എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയിക്കുന്നു. അപ്പം 6ഉം 7ഉം വാക്യത്തിലും കൂടി, ഇത് 6-ാം അധ്യായം 6-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. 7-ാമത്തെ വാക്യവും അതേ തന്നെ കോണ്ടെക്സ്റ്റിലാണ്. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു കുഴിഞ്ഞിരിക്കുന്നു, എൻ്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. അപ്പോൾ 6ഉം 7ഉം ദുഃഖത്തിൻ്റെ പാരമ്യം, ദാവീദ് രാജാവ് കടന്നു പോകുന്ന ആ ദുഃഖം എത്രമാത്രം പാരമ്യത്തിലാണ്, എത്രമാത്രം ആ ദുഃഖത്തിൻ്റെ ആഴമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന 6ഉം 7ഉം വാക്യങ്ങളാണ്. പാപബോധത്തിൻ്റെ കൊടുമുടിയിൽ ഉള്ള അനുതാപത്തിന്റെ വികാരങ്ങൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്തൊക്കെ പ്രയാസങ്ങളാണ് ഒരു അനുതാപത്തിൽ അല്ലെങ്കിൽ ഒരു പാപബോധത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ഫിസിക്കലി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് ഉറക്കമില്ല, ഉറക്കരാഹിത്യം ഉണ്ടാകുന്നു, രാത്രി മുഴുവനും നമ്മൾ കരഞ്ഞുകൊണ്ട് കിടക്കയെ നനയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഉറക്കരാഹിത്യം സംഭവിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ കണ്ണുകൾക്ക് എന്ത് സംഭവിക്കുന്നു, കണ്ണുകൾ ക്ഷീണിക്കുന്നു, അതുപോലെ തന്നെ കണ്ണുനീരിൽ കിടക്ക നനയുന്നു. ഇങ്ങനെയുള്ള ചില പാപബോധത്തിന്റെ കൊടുമുടിയിൽ ഉണ്ടാകുന്ന ചില അനുതാപ വികാരങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതും ഒന്ന് ചോദ്യമായിട്ട് ഓർത്തുകൊള്ളുക. പാപബോധത്തിന്റെ കൊടുമുടിയിൽ അനുതാപ വികാരങ്ങൾ ഏതൊക്കെയെന്ന് വ്യക്തമാക്കുക. അപ്പോൾ യഥാർത്ഥമായ ഒരു അനുതാപമാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ തെറ്റ് ചെയ്തു പോയി, ഇല്ലെങ്കിൽ നമ്മളൊരു പ്രയാസത്തിൽ കടന്നു പോകുമ്പോൾ ദൈവം തന്ന ശിക്ഷയാണോ, അഥവാ ദൈവവും എന്നെ മറന്നോ, മനുഷ്യരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനാവില്ല, മനുഷ്യർ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാല് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ദൈവം അങ്ങനെയല്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഒരുപക്ഷെ ചില പ്രയാസത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ ഓർക്കും ദൈവവും നമ്മളെ കൈവിട്ടു എന്ന് ഓർക്കുമ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന വികാരങ്ങളാണ് ഇവിടെ ഫിസിക്കലായിട്ടുണ്ടാകുന്ന വികാരങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ് അനുതാപത്തിന്റെ ഭാഷ. കണ്ണുനീരാണ് അനുതാപത്തിന്റെ ഭാഷ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സത്യകുംഭസാരം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീഴാതെ ഇരിക്കുകയില്ല, യഥാർത്ഥമായ അനുതാപമാണെങ്കിൽ. അപ്പോൾ ഓർക്കുക, നമ്മുടെ വിശുദ്ധ കുംഭസാരങ്ങളൊക്കെയും എത്രമാത്രം ആഴത്തിലാണ് നാം നടത്തിയിട്ടുള്ളത് എന്ന് ചിന്തിക്കേണ്ടതായ ഒരു സമയവും കൂടിയാണിത്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പോയി ഒരു പട്ടിക പോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോരുന്നതല്ലാതെ ശരിയായ ഒരു അനുതാപം ഉണ്ടായിട്ടുണ്ടോ, ഇതുവരെയുള്ള കുംഭസാരത്തിൽ എൻ്റെ കണ്ണുകൾ എപ്പോഴെങ്കിലും ഒന്ന് നിറഞ്ഞിട്ടുണ്ടോ എന്ന് വിചിന്തനം ചെയ്യുന്നതും നമുക്ക് ഈ സമയത്ത് അത്യാവശ്യമാണ്. അപ്പോൾ കണ്ണുനീർ എന്നുള്ളത് ഒരു അനുതാപത്തിന്റെ ഭാഷയായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇത് പേജ് നമ്പർ 14 ആദ്യത്തെ പാരഗ്രാഫിലാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്.
യോഗികളായ പിതാക്കന്മാർ ശക്തമായി പഠിപ്പിക്കുന്നത് എന്താ? ഒരു മിഡിൽ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, യോഗികളായ പിതാക്കന്മാരെ ശക്തമായി പഠിപ്പിക്കുന്നത് എന്താണ്? അനുതാപത്തിന്റെ കണ്ണുനീർ ദൈവത്തിന്റെ ദയയെ ആകർഷിക്കുന്നു. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ, ആത്മീയ പിതാക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ ദയയാണോ നമുക്ക് ആവശ്യമെങ്കിൽ അതിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ നല്ല വഴി എന്താണ്? അനുതാപത്തിന്റെ കണ്ണുനീരാണ്. അനുദപിച്ച് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അത് കാണാതെ ഇരിക്കുവാൻ ദൈവത്തിന്റെ കരുണയ്ക്കാവില്ല. അപ്പോൾ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അത്രമാത്രം സ്നേഹവാനായ ദൈവം, നല്ല ഇടയനാണ് നമുക്കുള്ളത്, അല്ലെ? നമ്മുടെ യഥാർത്ഥമായ കണ്ണുനീര് ഒരു അനുദപിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഹൃദയം എത്രമാത്രം പരിശുദ്ധമാണ്, നിർമ്മലമാണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ. ഒരു മനുഷ്യന് പോലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഹൃദയങ്ങളെയും ഹൃദയവേദനയും മനസ്സിലാക്കുന്ന ദൈവത്തെ ആകർഷിക്കുവാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അനുതാപത്തിന്റെ കണ്ണുനീരായിട്ടാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 6-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു പക്ഷേ ഈ ഒരു അധ്യായത്തിലെ തന്നെ 6-ാം സങ്കീർത്തനം, ഈ അനുതാപ സങ്കീർത്തനം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഒരു വലിയ പ്രത്യാശയായിട്ടാണ് എനിക്ക് ഈ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ എനിക്ക് തോന്നുന്നത്. അതായത് ആശങ്കയിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഈ സങ്കീർത്തനമൊക്കെ പഠിക്കുമ്പോൾ എത്രമാത്രം നമ്മളും ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമുക്ക് ആത്യന്തികമായിട്ട് നമുക്കൊരു പ്രത്യാശയും ആത്മവിശ്വാസവും ഒക്കെ ദൈവത്തിങ്കലുണ്ട്. നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആരുമില്ല എന്ന് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് ആശങ്കയിൽ നിന്ന് ദൈവമുണ്ട് എന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് പോകുന്നതായിട്ട് 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാം. നീതിയോടെ പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുകയും യഹോവ എൻ്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. അല്ലെ, ഇതുവരെയും നിലവിളിച്ചു ദൈവമേ നീയും എന്നെ മറന്നുവോ എന്ന് പ്രാർത്ഥിച്ച ദാവീദ് രാജാവ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു. എന്താണ് പറയണത്? എൻ്റെ കരച്ചിലിന്റെ ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു. അല്ലെ, അതിലപ്പുറമായിട്ടുള്ള എന്തൊരു ആത്മവിശ്വാസമാണുള്ളത്? ഞാൻ കരയുന്നത് ഒരുപക്ഷെ അത് കാണുവാനോ കേൾക്കുവാനോ എന്നെ സഹായിക്കാനോ മറ്റൊരു മനുഷ്യന് സാധ്യമായെന്ന് വരില്ല. പലപ്പോഴും നമ്മുടെ കണ്ണുനീരുകളും അങ്ങനെയാണ്. നാം കരയുമ്പോൾ പരിഹസിക്കുന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ വേദനയുടെ ആഴം മനസ്സിലാക്കുവാനായിട്ട് പലപ്പോഴും അവർക്ക് മനസ്സിലായില്ല എന്ന് വരും. എന്നാൽ നമ്മുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ഇടയൻ നമുക്കുണ്ട് എന്നുള്ള ആത്മവിശ്വാസം ഇവിടെ ദാവീദ് രാജാവ് പറയുന്നു. അതുപോലെ അടുത്തതായിട്ട് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് ദാവീദ് രാജാവ് പറയുന്നത്? എൻ്റെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളും. ഞാൻ അത്രമാത്രം ഹൃദയവേദനയോടുകൂടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. ഒരുപക്ഷെ ദാവീദ് രാജാവ് ശത്രുഭയത്തിലായിരിക്കുമ്പോഴായിരിക്കാം ദാവീദ് രാജാവിന് അതിവേദന ഉണ്ടായത്, അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നു, ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിച്ചു പോകും. എന്തുകൊണ്ടാണ്? ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, എൻ്റെ സഹായത്തിനായിട്ട് എൻ്റെ കർത്താവ് വരും, എൻ്റെ ദൈവം എനിക്ക് തുണ എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇവിടെ പറയുന്നത്. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആശങ്കയിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്ക്. അപ്പോൾ ഈ വാക്യത്തിൽ പ്രകടമാകുന്നത് എന്ത്? അവസാന ഭാഗത്ത് പ്രകടമാകുന്നത് എന്ത് എന്നൊരു ചോദ്യം വന്നാൽ, ദുഃഖത്തിൽ നിന്നും വിശ്വാസത്തിലേക്കും ആകുലതയിൽ നിന്ന് പ്രത്യാശയുടെ ഉറപ്പിലേക്കുമുള്ള ഒരു കാര്യമാണ്, ഒരു വചനമായിട്ടാണ് നമുക്കിവിടെ ഇത് പ്രകടമാകുന്നത്. ദൈവം തന്നെ കേട്ടു എന്ന ബോധം ആത്മവിശ്വാസം നൽകുന്നു. അല്ലെ, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവമുണ്ട് കൂടെ എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയിലാണേ പോലും മറ്റാരുമില്ല, മറ്റാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, എൻ്റെ ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ സാധിക്കൂ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബലം, അത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം ബലം നൽകുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും ഇവിടെ പറയുന്നു, ആഴമേറിയ പ്രാർത്ഥന. ഇവിടെ നമുക്കൊക്കെയും ഇന്നത്തെ ഒരു പ്രധാനമായ ചിന്തയായിട്ട് ഈ ഒരു അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഈ 6-ാം സങ്കീർത്തനം നൽകുന്ന പ്രധാനമായ ചിന്ത, അതായത് ഒരു ആഴമേറിയ പ്രാർത്ഥന എന്താണ് ആഴമേറിയ പ്രാർത്ഥന?
ബാഹ്യമായ വിഷമസ്ഥിതികൾ മാറ്റപ്പെടുന്നതിന് മുമ്പേ ദൈവം ഹൃദയത്തെ സന്തോഷത്തിലേക്ക് മാറ്റും. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ ദാവീദ് രാജാവിൻ്റെ ബാഹ്യമായ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ. പക്ഷെ എന്നാൽ പോലും ദാവീദ് രാജാവിൻ്റെ ഹൃദയത്തിന് കൊടുത്ത ഒരു സന്തോഷം, ഹൃദയത്തിന് കൊടുത്ത സമാധാനം, ഹൃദയത്തിന് നൽകിയ ആത്മവിശ്വാസം, അതാണ് ഇവിടെ ഈ 6-ാം സങ്കീർത്തനം നമുക്കും നൽകുന്ന വലിയൊരു ഉറപ്പും പ്രത്യാശയും എന്ന് പറയുന്നത്. എന്താണ്? ഒരുപക്ഷെ നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികളൊന്നും മാറിയെന്ന് വരില്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെയും അവിടെ തന്നെ ഉണ്ടാവും. എത്രമാത്രം വലിയ പ്രശ്നങ്ങളാണെങ്കിലും ഒരു നിമിഷം കൊണ്ട് ഒരു മാജിക്ക് പോലെ അത് പോയെന്ന് വരില്ല. എന്നാൽ ദൈവം എന്താണ്? കരുണയുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഹൃദയം സന്തോഷത്തിലേക്ക് മാറും. സന്തോഷത്തോടും ആത്മവിശ്വാസത്തിലേക്കും കൂടി മാറുവാനായിട്ട് അത് ഇടയാകും എന്നുള്ളതാണ് ഇവിടെ ആഴമായ ഈ ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സങ്കീർത്തനം 6-ാം അധ്യായം നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ 9 പോയിന്റുകൾ ഇവിടെ പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. ഒരുപക്ഷെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടോ എങ്കിലും ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇതൊക്കെയും ബൈ ഹാർട്ട് ചെയ്ത് ഈ ഒരു 9 പോയിന്റുകൾ എഴുതാൻ പ്രയാസമാണെങ്കിൽ പോലും നമ്മൾ ഇതുവരെയും ചിന്തിച്ച ഓരോ വാക്യം ബൈ വാക്യമായിട്ട് നമ്മൾ ചിന്തിച്ച കാര്യങ്ങളുണ്ട്. ഞാനത് ഒടുവിൽ ഓരോ വാക്യത്തിൻ്റെയും ഒറ്റ വാക്യത്തിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു കൊള്ളാം. അപ്പോഴത് ശ്രദ്ധിക്കുക. അപ്പോൾ 6-ാം അധ്യായം നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? പാപബോധത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ആഴം നമ്മൾ വർദ്ധിപ്പിക്കണം. ദൈവത്തിൻ്റെ ശിക്ഷ നീതിയുള്ളതാണെങ്കിലും അവൻ കരുണയുള്ളവൻ എന്ന് നാം വിശ്വസിക്കണം. അടുത്തത്, ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ മനുഷ്യന്റെ ആകുലതയും അനുതാപ ജീവിതവും പ്രയോജനപ്പെടും. അപ്പോൾ ഓർക്കണം, നമ്മുടെ ഈ അനുതാപ ജീവിതം അല്ലെങ്കിൽ അനുതാപത്തിന് നമുക്കൊരു അവസരം ലഭിക്കുന്നുവെങ്കിൽ, നാം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടേ എങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കുറെ ആകുലതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓർക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് കണ്ടുമുട്ടാനുള്ള ഒരു അവസരമായിട്ട് മാത്രം അതിനെ കാണുക. അടുത്തത്, അനുദപിക്കുന്ന പാപിയുടെ പ്രാർത്ഥന ദൈവം നിശ്ചയമായിട്ടും കേട്ടിരിക്കുമെന്നൊരു ഉറപ്പാണ് 6-ാം സങ്കീർത്തനം നമുക്ക് നൽകുന്നത്. പ്രാർത്ഥന ദുഃഖത്തെ ശാന്തിയിലേക്ക് മാറ്റുന്നു. മനുഷ്യനായിരിക്കുമ്പോൾ ദുഃഖം, രോഗം, പാപബോധം എന്നിവയിൽ നാം തകർന്നു പോകാം. എന്നാൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയും അനുതാപവും ദൈവത്തിന്റെ സന്നിധിയെ നമ്മിലേക്ക് തിരിച്ചു കൊണ്ടുവരും. തകർന്ന് പശ്ചാത്തപിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. അപ്പോഴിത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയുള്ള ഹൃദയത്തെയാണ് ദൈവം നിരസിക്കാത്തത്? തകർന്നു പോയിട്ട് പശ്ചാത്തപിക്കുന്ന ഹൃദയത്തെ. ഒരുപക്ഷെ മനുഷ്യര് നമ്മളൊരു തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് നമ്മളെ വിധി എഴുതുമ്പോൾ നാം അവിടെ ഹൃദയം കൊണ്ട് തകരുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ കരയുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, മനുഷ്യന്റെ മുമ്പിലല്ല നാം കരയേണ്ടത്. ദൈവസന്നിധിയിൽ കരയുന്നുവെങ്കിൽ ദൈവം ആ ഹൃദയത്തെ, ആ കണ്ണുനീരിനെ ദൈവം മാനിക്കാതെ ഇരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ശിക്ഷ സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. അത് നമ്മുടെ തിരുത്തലിനായിട്ടുള്ള ശിക്ഷയായിട്ട് എടുക്കുക. ദൈവം കരച്ചിലിനോടുള്ള ദൈവമാണ്. സൈലന്റ് ടിയേഴ്സ് ആർ പ്രേയേഴ്സ്. അല്ലെ, ചില സമയത്ത് നമുക്ക് കരയാൻ സാധിച്ചെന്ന് വരില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കരയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന എത്ര മുഖങ്ങളുടെ ഉള്ളിലുണ്ട്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഴമേറിയ കരച്ചിലും ഏങ്ങിയുള്ള കരച്ചിൽ, ഹൃദയത്തിൻ്റെ കരച്ചിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പലർക്കും അതറിയില്ല. അപ്പോൾ ഓർക്കുക, സൈലന്റ് ടിയേഴ്സ് ആർ പ്രേയേഴ്സ് ഓൾസോ. നമുക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ കണ്ണുനീര് തുളുമ്പി വരുമ്പോൾ പ്രാർത്ഥിക്കാൻ സാധിച്ചെന്ന് വരില്ല. നമ്മുടെ വാചകത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ സാധിച്ചില്ലെങ്കിൽ പോലും അതൊക്കെയും പ്രാർത്ഥനയായിട്ട് ദൈവം കണ്ടുകൊള്ളും. പ്രാർത്ഥന നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്നതിന് മുമ്പേ നമ്മെ തന്നെ ദൈവം വിശുദ്ധീകരിച്ച് പ്രത്യാശയുള്ളവരാക്കും. ദാവീദ് രാജാവിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതാണ്. ദാവീദ് രാജാവിൻ്റെ സാഹചര്യം അവിടെ മാറിയില്ല, മറിച്ച് ഹൃദയത്തിനുള്ളിൽ സന്തോഷവും ആത്മവിശ്വാസവും, ദൈവം എന്നെ കാണുന്നു, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം അവിടെ ലഭിക്കുന്നു. വേദനയുടെ ആഴത്തിൽ വിശ്വാസത്തിന്റെ പാത തുറന്നു കിടക്കുന്നു. ഈ ബോധ്യവുമാണ് 6-ാം സങ്കീർത്തനം നമുക്ക് കാണിച്ചു തരുന്നത്. വേദനയുടെ ആഴത്തിൽ വിശ്വാസത്തിന്റെ പാതയാണ് അവിടെ തുറന്നു വരാനായിട്ട്
പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ദിനം പ്രതിയുള്ള ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതൊരു പക്ഷേ മൗനമായിരുന്ന നിങ്ങൾ ഒരു നിമിഷമെങ്കിലും അതൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ഈ 3-4 വാചകങ്ങൾ അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുന്ന ദിവസം രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു വാചകം ഒന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് കിടക്കുക. ദൈവമേ, എൻ്റെ കണ്ണുനീരിലൂടെ നീ എന്നെ കാണുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ കാണുന്നത് എങ്ങനെയാണ്? കണ്ണുനീരിലൂടെയാണ് ദൈവം നമ്മെ കാണുന്നത്. എൻ്റെ ദൗർബല്യത്തിൽ നിന്റെ കരുത്തെന്നിൽ പൂർണ്ണമാകട്ടെ. നമുക്ക് ദൗർബല്യങ്ങളുണ്ടല്ലേ, ചില സാഹചര്യങ്ങൾ ദൈവമേ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്കിത് പറ്റുന്നില്ല എന്ന് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ അവിടെ നമ്മൾ ബലപ്പെടുത്തുന്നത് ആരാണ്? ദൈവത്തിൻ്റെ കരുത്ത് നമ്മിൽ പൂർണ്ണമാകട്ടെ. നിന്റെ മുഖം തിരിച്ച് എന്നെ നോക്കുന്നതാണ് എൻ്റെ ജീവൻ, അല്ലേ? ദൈവം മുഖം തിരിഞ്ഞിരിക്കുന്നത് എന്തേ എന്ന് ദാവീദ് രാജാവ് 6-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് പ്രാർത്ഥിച്ചു, ദൈവമേ നീയും എന്നെ മറന്നു കളഞ്ഞുവോ, നിന്റെ മുഖം തിരിച്ചിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു എങ്കിൽ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദാവീദ് രാജാവിന്റെ പ്രത്യാശ എന്താണ്? ദൈവം തൻ്റെ മുഖം എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യാശ അവിടെ ലഭിക്കുന്നു. നീ എന്നെ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ശാന്തനാകുന്നു. മറ്റാരും നാം പറയുന്നതൊക്കെയും കേട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയില്ല എങ്കിലും ദൈവത്തോട് നാം പറയുന്ന കാര്യങ്ങളൊക്കെയും ദൈവം മനസ്സിലാക്കുന്നു എന്നുള്ളത് അത് ചിന്തിക്കുമ്പോൾ തന്നെ അത് നമുക്കൊരു ശാന്തതയുടെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പൂർണ്ണമാകുന്നതിന് മുമ്പ് ഓരോ വാക്യത്തിലൂടെ ഒറ്റ വാക്യത്തിൽ നമുക്ക് ഓരോ വാക്യങ്ങളെയും ഒന്നുകൂടി നമുക്കൊന്ന് ചിന്തിക്കാം. 6-ാം അധ്യായം 1-2 വാക്യം അത് സൂചിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ പാപബോധത്തെക്കുറിച്ചുള്ള സ്വയാവബോധവും ദൈവനീതിയിലുള്ള ഭക്തിയും വിശ്വാസവുമാണ് 6-ാം അധ്യായം 1-2 വാക്യം സൂചിപ്പിക്കുന്നത്. 3-ാമത്തെ വാക്യം സൂചിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യ ആത്മാവിൻ്റെ ആന്തരികമായിട്ടുള്ള കലഹവും, അതായത് ഇന്റേണൽ പെയിൻ, അതാണ് 3-ാമത്തെ വാക്യം സൂചിപ്പിക്കുന്നത്. അതായത് ആധ്യാത്മികമായിട്ടുള്ള വേദന. ഇനി 4-ാമത്തെ വാക്യം സൂചിപ്പിക്കുന്നത് ദൈവ കരുണയ്ക്കായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് 4-ാമത്തെ വാചകം കാണുന്നത് എങ്കിൽ 5-ാമത്തെ വാക്യത്തിന്റെ പ്രത്യേകത എന്താണ്? മരണഭയത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന, അപേക്ഷയാണ് 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. 6ഉം 7ഉം വാക്യം എന്ന് പറഞ്ഞാൽ ഈ വേദനയുടെ ഒക്കെ ടോപ്പ് മോസ്റ്റ്, ദുഃഖത്തിന്റെ പാരമ്യം പ്രകടമാകുന്ന വാക്യമാണ് 6ഉം 7ഉം. ഇനി 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പ്രത്യാശ നൽകുന്ന വാക്യങ്ങളാണ്. ആശങ്കയിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്ക്. എന്താണ് ആത്മവിശ്വാസം? കർത്താവിൻ്റെ കരച്ചിൽ കേട്ടിരിക്കുന്നു എന്ന ഒരു ആത്മവിശ്വാസത്തിലേക്കാണ് 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ മൊത്തം 10 വാക്യങ്ങളുള്ള ഈ ആദ്യത്തെ അനുതാപ സങ്കീർത്തനം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊക്കെയും ഒരു വലിയ പ്രത്യാശ ലഭിച്ചില്ലേ? നമുക്ക് എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ദാവീദ് രാജാവിനെ പോലെ, ദാവീദ് രാജാവിൻ്റെ അത്രയുമൊന്നും പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും നമുക്ക് ഇല്ല എങ്കിൽ പോലും നമുക്കൊരു പ്രത്യാശയാണ് ഈ സങ്കീർത്തനം, ഈ അനുതാപ സങ്കീർത്തനം നമുക്ക് നൽകുന്നത്. കണ്ണുനീരിലൂടെ ദൈവം നമ്മെ കാണുന്നുവെന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കണ്ണുനീരോടുകൂടി ദൈവമേ എന്നെ നോക്കണമേ എന്ന് നാം നിലവിളിക്കുമ്പോൾ ദൈവം നമ്മെ കാണുന്നു, നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആത്മവിശ്വാസവും ധൈര്യവും നൽകി നമ്മെ ബലപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് 6-ാം സങ്കീർത്തനം. അപ്പോൾ ഇത് എല്ലാവരും പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങൾ നാം പഠിച്ച ഈ ഓരോ വാക്യങ്ങൾ ഓർത്തു വെച്ചുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഈ 6-ാം സങ്കീർത്തനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുക. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ദയയ്ക്കും കരുണയുമാണ് ഏറ്റവും വലുത് എന്നുള്ള പൂർണ്ണമായ ബോധ്യവും ആത്മവിശ്വാസവും ദാവീദ് രാജാവിന് കൊടുത്തതുപോലെ നമുക്കും ആ ഒരു ആത്മവിശ്വാസം നേടുവാൻ ഈ പഠനത്തിലൂടെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.